ഇന്ന് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ വ്യക്തിയെപ്പറ്റിയുമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പറ്റി ചോദിച്ചപ്പം ചിലർക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം തുടങ്ങി. നേരത്തെ ഈ ബന്ധത്തോടധികം പാഷനും ഒന്നും ഇല്ലാതിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മാറി. ഇപ്പം നേരത്തെ ഒന്നും വലുതായിട്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പം ആ ബന്ധം മാറി നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും സർപ്രൈസ് ആവുന്ന രീതിയിൽ തന്നെ ആ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്പിന്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പിന്റെ എനർജിയാണ്. ഈ സ്നേഹത്തിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പം നേരത്തെ ബന്ധത്തിൽ എന്തെങ്കിലും ട്രാജഡി നടന്നിട്ട് ഉണ്ടായിരിക്കാം. അപ്പം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയോ ആ വ്യക്തി വേണ്ടാന്ന് വെച്ച് പോവുകയോ എന്തോ ബ്രേക്കപ്പ് നടന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ആ ബന്ധം പോയതിനെ ആലോചിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം യൂണിവേഴ്സ് എന്ത് തരുന്നു? പ്രപഞ്ചത്തിൽ ഇതിലും നല്ല ഒരു കപ്പിനെ കൊണ്ടുതരുന്നുണ്ട്, നല്ല സ്നേഹം കൊണ്ടുതരുന്നുണ്ട്. പക്ഷെ അതൊന്നും വാങ്ങിക്കാനോ കൂട്ടാക്കാനോ ഈ വ്യക്തി തയ്യാറാവുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോരാ, പോയതാ നല്ലത്. എപ്പോഴും നമ്മളിലേക്ക് പുതിയ എനർജികൾ കടന്നു വരാൻ നമ്മൾ പഴയ എനർജിയെ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്ത് ഈ പഴയ എനർജി തന്നെ ഈ വ്യക്തി ബ്ലോക്ക് ആണ്. അപ്പൊ പുതിയ എനർജിയായി പ്രപഞ്ച ഈ കപ്പ്, ഇത് ഈ കപ്പിനെക്കാട്ടി നല്ലൊരു കപ്പാണ്. ഈ കപ്പ് കൊടുത്തിട്ട് പോലും ആ വ്യക്തി വാങ്ങാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇതില് കാണുന്നത്. അപ്പം അടുത്തത് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇനി ഒന്നിനും കൊള്ളൂല, എന്നെ എല്ലാവരും വഴി മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ ഒരു നിരാശാബോധം ഉൾക്കൊള്ളുന്ന ഒരു കാർഡാണ് 5 ഓഫ് സോർട്സിന്റെ കാർഡ്. അപ്പൊ ഈ വ്യക്തിക്ക് മാനസികമായിട്ട് എന്നെ ഇനിയും ഒന്നിനും കൊള്ളൂല, എന്നെ സ്നേഹിക്കപ്പെടാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് സ്വയം മാറി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പൊ ഈ വ്യക്തി പോകുന്നത്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം. നിങ്ങൾ അതിൽ നിന്നൊക്കെ എനർജി ഷിഫ്റ്റിംഗ് നടത്തണം. അപ്പൊ നിങ്ങൾ നല്ല എനർജിയിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് നല്ല എനർജി, പുതിയ എനർജികൾ വന്നു ചേർത്തുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ എനർജി മാറ്റി, നിങ്ങളെ ഒന്നും കൊള്ളാത്ത വ്യക്തിയല്ല. ലോകത്തിലെ എല്ലാ വ്യക്തികളും ഓരോ യുണീക് പേഴ്സൺസ് ആണ്. അപ്പം നിങ്ങളുടെ എല്ലാവരിലും ഓരോ ഡിഫറൻറ്റ് സ്വഭാവങ്ങൾ, നിങ്ങളെ പോലെ വ്യക്തി യൂണിവേഴ്സിൽ കാണത്തില്ല, നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ എനർജിയിൽ നിന്ന് മാറി നല്ല എനർജിയിലേക്ക് വരണം എന്നാണ്. ഇപ്പൊ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിലാണ്. ആ കുറ്റപ്പെടുത്തലുകൾ മാറി നിങ്ങളിലേക്ക് വരണം. നിങ്ങളിൽ ക്വാളിറ്റി കുറവായിട്ടല്ല ഓപ്പോസിറ്റിലുള്ള ആൾ പോയിരിക്കുന്നത്. ആ വ്യക്തി സ്വഭാവം അല്ല നല്ലതല്ലാത്തതുകൊണ്ടാണ് പോയിരിക്കുന്നത്. നിങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഈ എനർജിയിൽ നിന്ന് മാറി നല്ല എനർജിയിലേക്ക് വരണം. ഇതാണ് നിങ്ങളുടെ എനർജി വരുന്നത്. ഈ എനർജി മാച്ച് ആവുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലോട്ട് നിങ്ങൾ പോയാൽ മതി. ആദ്യത്തത് നൈറ്റ് ഓഫ് വാൻസിന്റെ കാർഡാണ്. അപ്പം കുറച്ച് സ്പീഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇത്. അപ്പം കുറച്ച് വേഗത കൂടിയത്. അപ്പം എന്തിന്റെയെങ്കിലും പുറകിലേക്ക് ഓടുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കയ്യിലുണ്ട് താനും. അപ്പം ജോലിയാവാം, സാമ്പത്തികമാവാം, ബിസിനസ് ആവാം. അപ്പം അതിലേക്ക് കുതിച്ചുയരണം എന്ന് വിചാരമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ വ്യക്തി പൊതുവെ ഒരു പ്രയോറിറ്റി കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ എങ്ങും പോകില്ലല്ലോ എന്നൊരു ഈ ബന്ധത്തെ ഇങ്ങനെ പക്ഷെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. പക്ഷെ എന്തിന്റെയൊക്കെ പുറകിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ കരിയർ ആവാം, ബിസിനസ് ആവാം, സാമ്പത്തികമാവാം, എന്തിനു വേണമെങ്കിലും ബേസ് സാമ്പത്തികമാണ്. അപ്പൊ അതിന്റെ പുറകിൽ പോകുന്ന ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. അടുത്തത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇപ്പൊ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അപ്പം ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ബന്ധം സക്സസ് ആവൂ എന്നാണ് ഇതിൽ കാണുന്നത്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ളതായിട്ട് ഈ കാർഡ് പറയുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് പ്രശ്നങ്ങളൊന്നുമില്ല, താല്പര്യക്കുറവില്ല, ഒന്നുമില്ല. പക്ഷെ ആ നെഗറ്റീവ് ഇമ്പാക്ട് ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മാത്രമേ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നില്ല. ക്വീൻ ഓഫ് വാൻസിന്റെ അവരത്തെ റിലാക്സിങ് മോഡിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇത്. ഇപ്പൊ സമയം കൊള്ളൂല എന്നൊരു ഡിസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ കാർഡിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പം മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ടൈം കൊള്ളത്തില്ല എന്നാണ്
ഈ വ്യക്തിയുടെ മനസ്സിലെ വിചാരം. അടുത്തത് ത്രീ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ത്രീ ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലായാലും കരിയറിലായാലും സാമ്പത്തികത്തിലായാലും കുറച്ചുകൂടെ ഒക്കെ എനിക്കൊന്ന് ബെറ്റർ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. അപ്പം ഈ ആ വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് ദൂരമായെങ്കിലും എനിക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരും എന്നൊരു ബോധ്യത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ വ്യക്തി പല സാഹചര്യങ്ങളിലും ബ്ലോക്കാണ്. അപ്പൊ വരാൻ ഇഷ്ടമുണ്ട്, പക്ഷെ പല സാഹചര്യങ്ങളിൽ ബ്ലോക്കായ എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പം ആ വ്യക്തി പാരലായിട്ട് നിങ്ങളുടെ കരിയറിനെയും ആ വ്യക്തിയുടെ ജീവിതത്തെയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ താഴത്തെ കാർഡുകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാത്തിലും ഒരു വാൺസിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഈ ബന്ധം ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാർഡിലും വാൺസിന്റെ അവധിയാണ്. അപ്പം എല്ലാ വാൺസിനെയും പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ റീഡിംഗ് കാണുന്ന ആൾക്കാർക്ക്, റെസൊനേറ്റ് ആവുന്ന ആൾക്കാർക്ക് ഈ ബന്ധം വിട്ടുകളയാൻ താല്പര്യമില്ല. പക്ഷെ അവർക്ക് ഇപ്പോൾ കുറച്ച് സാഹചര്യം കുറച്ചുകൂടെ നല്ലതാവണം, കുറച്ചുകൂടെ പണം വരണം, പിന്നെ കുറെ ഒരു ആദ്യത്തെ കാർഡ് റെസൊനേറ്റ് ആയവർ മാത്രം നിങ്ങളിലേക്ക് വന്നെടുക്കുന്ന ഒരു യാതൊയിലാണ് നിൽക്കുന്നത്. ബാക്കി രണ്ടുപേരും ഇവൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓൾ ഓവർ ആയിട്ട് ഇതാണ് എനർജി. അപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും എനർജി ഇതാണ്. ഈ റീഡിംഗ് റെസൊനേറ്റ് ആയ താങ്ക് യു യൂണിവേഴ്സിന് കമന്റ് ചെയ്യുക. ഇതാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി. അപ്പോൾ ട്രേഡിംഗ് ഇഷ്ടമായെന്ന് തരുന്നു. താങ്ക് യു.